Good morning to all. സെക്കൻഡ് സെമിസ്റ്ററിൽ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കമ്പനീസിൻ്റെ അക്കൗണ്ട്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൊത്തം 5 ചാപ്റ്റേഴ്സാണ്, 5 മൊഡ്യൂൾസാണ് നമുക്ക് ഈ സെമിസ്റ്ററിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഹോൾഡിംഗ് കമ്പനീസിൻ്റെ അക്കൗണ്ട്സ്. ഹോൾഡിംഗ് കമ്പനി എന്താണെന്ന്, സബ്സിഡറി കമ്പനി എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ അക്കൗണ്ടിംഗ് ആണ് നമ്മൾ പഠിക്കുന്നത്. സെക്കൻഡ് മൊഡ്യൂളിൽ പബ്ലിക് യൂട്ടിലിറ്റി അണ്ടർടേക്കിങ്ങിൻ്റെ അക്കൗണ്ട്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. തേർഡ് മൊഡ്യൂള് കംപ്ലീറ്റ് ആയിട്ടൊരു തിയറി ചാപ്റ്ററാണ്. ബാങ്ക്റപ്സി കോഡ് 2016 ആണ് നമ്മൾ പഠിക്കുന്നത്. ഫോർത്ത് മൊഡ്യൂള് ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ്, അതായത് കമ്പനി എപ്പോഴാണ് ലിക്വിഡേറ്റ് ചെയ്യുന്നത്? വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലേ. വൈൻഡിങ് അപ്പും ലിക്വിഡേഷനും സെയിം ടൈമാണ്. ഒരു കമ്പനി നിർത്തുന്ന സമയത്ത് അതിൻ്റെ വർക്കിംഗ്, അതിൻ്റെ നടത്തിപ്പ് നിർത്തുന്ന അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്തെ പ്രോസസ്സും അതുമായി ബന്ധപ്പെട്ട അക്കൗണ്ട്സുമാണ് നമ്മൾ പഠിക്കുന്നത്. ദെൻ ഫിഫ്ത്ത് മൊഡ്യൂളിൽ അക്കൗണ്ടിങ് ഫോർ സ്പെഷ്യലൈസ്ഡ് ബിസിനസ്, സ്പെഷ്യലൈസ്ഡ് ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് ആണ് നമ്മൾ പഠിക്കുന്നത്. സോ നമ്മൾ ഈ ഒരു സെമിസ്റ്ററിൽ ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ് ആണ് ഫസ്റ്റ് പഠിക്കുന്നത്. ഫോർത്ത് മൊഡ്യൂള് ലിക്വിഡേഷൻ ഓഫ് കമ്പനീസിൽ നിന്നാണ് ഈ സെമിസ്റ്റർ നമ്മൾ തുടങ്ങുന്നത്. സോ എന്താണ് ലിക്വിഡേഷൻ എന്നത് പറഞ്ഞു തുടങ്ങാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു സിമിലർ ആയിട്ടുള്ളൊരു ടൈമാണ് ലിക്വിഡേഷൻ അല്ലെങ്കിൽ വൈൻഡ് അപ്പ് എന്ന് പറയുന്നത്. എന്താണ് ലിക്വിഡേഷൻ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്? ഒരു കമ്പനിയുടെ നടത്തിപ്പ് നിയമപരമായി അവസാനിപ്പിക്കുന്ന ആ ഒരു ടേമിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ലീഗൽ ടേമാണ് ഇതെന്ന് പറയുന്നത് ലിക്വിഡേഷൻ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ ഭരണ നടത്തിപ്പ് നിയമപരമായി അവസാനിപ്പിക്കുന്ന ആ ഒരു പ്രൊസീജിയറിന് പറയുന്ന പേര് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലീഗൽ ടേമാണ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, തുടങ്ങണമെങ്കിൽ ലോയുടെ അണ്ടറിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നിയമപരമായേ കമ്പനി തുടങ്ങാൻ പറ്റുള്ളൂ. കമ്പനിക്ക് അതുപോലെ തന്നെ എന്താണ്, ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പം നിയമപരമായി തുടങ്ങുന്ന ഒരു കമ്പനി, അതുപോലെ തന്നെ എന്താണ്, അതിനൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ഈ കാരണത്താലൊക്കെ തന്നെ എന്താണ്, അതിന് ചുമ്മാ അങ്ങ് അതിൻ്റെ പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല. നിയമപരമായി തന്നെ വേണം എന്ത് ചെയ്യാനായിട്ട്, ആ കമ്പനിയുടെ നടത്തിപ്പ് അവസാനിപ്പിക്കാനായിട്ട്. അതാണ് ഫസ്റ്റ് ഇൻട്രൊഡക്ടറി പാർട്ടിൽ പറയുന്ന കാര്യങ്ങൾ. ഇനി ഈ ലിക്വിഡേഷൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ലിക്വിഡേഷൻ പ്രോസസ്സൊക്കെ നടത്തുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ലിക്വിഡേറ്റർ എന്ന് പറയുന്നത്. ലിക്വിഡേറ്റർ എന്തൊക്കെയായിരിക്കാം ചെയ്യുന്നത്? ഒരു കമ്പനി നിർത്തുവാണ്, ആ സമയത്ത് ആ കമ്പനിയിൽ ഒരുപാട് അസറ്റ്സ് ഉണ്ടായിരിക്കും അല്ലേ, അതുപോലെ തന്നെ ലയബിലിറ്റീസും ഉണ്ടായിരിക്കും. അപ്പോൾ ലിക്വിഡേറ്ററുടെ ഡ്യൂട്ടി എന്താണ്? ഈ അസറ്റ്സ് എല്ലാം വിൽക്കുക. ഒന്ന് ജനറലൈസ് ചെയ്ത് പറയുവാണെങ്കിൽ ഇത്രയേ ഉള്ളൂ, കമ്പനിയുടെ അസറ്റ്സ് എല്ലാം വിൽക്കുക, അതുപോലെ തന്നെ ലയബിലിറ്റീസ് പേ ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും സർപ്ലസ് എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ആ കമ്പനിയുടെ മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ആ ഇൻട്രൊഡക്ടറി പാർട്ടിൽ പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ലിക്വിഡേഷൻ ഓർ വൈൻഡിങ് അപ്പ് ഈസ് ദ ലീഗൽ ടേം ആൻഡ് റെഫേഴ്സ് ടു ദ പ്രൊസീജിയർ ത്രൂ വിച്ച് ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനി ആർ വോണ്ട് ബൈ ലോ. അതായത് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒരു കമ്പനിയുടെ നടത്തിപ്പ് നിയമപരമായി അവസാനിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ലിക്വിഡേഷൻ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി ക്യാൻ ബി ഡിഫൈൻ, അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? ദ പ്രോസസ് വെയർ ബൈ ഇറ്റ്സ് ലൈഫ് ഈസ് എൻഡഡ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടി ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ഫോർ ദി ബെനഫിറ്റ് ഓഫ് ഇറ്റ്സ് ക്രെഡിറ്റേഴ്സ് ആൻഡ് മെമ്പേഴ്സ്. എന്താണ് പറയുന്നത്? ആ ഒരു കമ്പനിയുടെ ലൈഫ് അവസാനിക്കുകയാണ്, അതുപോലെ തന്നെ ആ പ്രോപ്പർട്ടിയൊക്കെ എന്താണ്, അവിടുത്തെ ക്രെഡിറ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ മെമ്പേഴ്സിൻ്റെയും ബെനഫിറ്റിന് വേണ്ടി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുകയാണ്. Then an administrator called liquidator is appointed and take the control of the company, collect its assets, pay its debts and finally distribute any surplus among the members in accordance with their rights. അതായത് ലിക്വിഡേറ്ററിൻ്റെ ഡ്യൂട്ടിയാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു സമയത്ത് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യും. അയാൾ എന്താണ് ചെയ്യുന്നത്? കമ്പനിയുടെ കൺട്രോള് മുഴുവൻ ഏറ്റെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അസറ്റ്സ് എല്ലാം കളക്ട് ചെയ്ത് അസറ്റ്സ് വിൽക്കും. അതിനുശേഷം എന്താണ്, കടങ്ങൾ, ലയബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഡെബ്റ്റ്സ് ഉണ്ടെങ്കിൽ അത് പേ ചെയ്യും. ഫൈനലി എന്തെങ്കിലും സർപ്ലസ്, അസറ്റ്സ് വിറ്റ് ആ കിട്ടുന്ന എമൗണ്ടിൽ നിന്നും ലയബിലിറ്റി പേ ചെയ്ത് കഴിഞ്ഞ് മിച്ചം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും, അവരുടെ പ്രയോറിറ്റി അനുസരിച്ച്.
a company being a creation of law cannot dies in natural death. പറഞ്ഞ കാര്യം തന്നെയാണ്, കമ്പനി നിയമപരമായിട്ടാണ് ക്രിയേറ്റ് ആവുന്നത്, അതുകൊണ്ട് തന്നെ അതിനൊരു നാച്ചുറൽ ഡെത്ത്, അതായത് പെട്ടെന്ന് അങ്ങ് കമ്പനി ഒരു സുപ്രഭാതത്തിൽ വന്ന് കമ്പനി ഇന്ന് നിർത്തുവാണെന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ ആ കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. ഇറ്റ് കംസ് ടു ആൻ എൻഡ് ബൈ ദ ലോ ത്രൂ ദ പ്രോസസ് ഓഫ് ലിക്വിഡേഷൻ ഓർ വൈൻഡിങ് അപ്പ്. ലിക്വിഡേഷൻ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നിയമപരമായി മാത്രമേ കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. ദ പ്രോസസ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി ഈസ് ദാറ്റ് ദ ലിക്വിഡേറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ഹൂ ഈസ് ഇൻട്രസ്റ്റഡ് വിത്ത് ഫോളോയിങ് ഡ്യൂട്ടീസ്. അതായത് ഇവിടെ പറയുന്നത് ഈ ഒരു പാരഗ്രാഫിൽ ലിക്വിഡേറ്ററിൻ്റെ ഡ്യൂട്ടിയാണ് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കമ്പനിയുടെ അസറ്റ്സ് എല്ലാം വിൽക്കുക. സെക്കൻഡ് പറയുന്നത് എന്താണ്? ലയബിലിറ്റീസ് പേ ചെയ്യുക. ദെൻ അടുത്തത് പറയുന്നത് ഇഫ് ദർ ഈസ് എനി ഡെഫിഷ്യൻസി ടു പേ ടു ക്രെഡിറ്റേഴ്സ് ദ ഷെയർ ഹോൾഡേഴ്സ് കോൾഡ് കോൺട്രിബ്യൂട്ടറീസ് ആർ കോൾഡ് അപ്പോൺ ടു പേ അൺപെയ്ഡ് എമൗണ്ട് ഓൺ ദെയർ ഷെയർസ്. അതായത് ക്രെഡിറ്റേഴ്സിനൊക്കെ പിന്നെ എന്തെങ്കിലും അതായത് നമ്മൾ അസറ്റ് വിറ്റു ലൈബിലിറ്റി പേ ചെയ്തു, ആ ലൈബിലിറ്റി പേ ചെയ്യാൻ ഈ അസറ്റ്സിൻ്റെ വിറ്റ എമൗണ്ട് കൊണ്ട് സാധിക്കുന്നില്ല, ഇനിയും ഡെഫിഷ്യൻസി ഉണ്ട്, ഇനിയും ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താണ്? അൺപെയ്ഡ് ആയിട്ടുള്ള ഷെയർസ് എന്ത് ചെയ്യും? കോൾ ചെയ്യും. അൺപെയ്ഡ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിനോട് പേ ചെയ്യാൻ പറയും. അത് ആണ് തേർഡ് പ്രോസസ്സിൽ പറയുന്നത്. അങ്ങനെ എന്താണ്? ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കും. ഇഫ് ദർ ഈസ് എനി സർപ്ലസ് ആഫ്റ്റർ ക്ലിയറിംഗ് ഓഫ് ഓൾ ലൈബിലിറ്റി, എല്ലാ ലൈബിലിറ്റീസും ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് മിച്ചം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ്? ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ റൈറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രയോറിറ്റി അനുസരിച്ച് പേ ചെയ്യും. ആഫ്റ്റർ going through the above process, the register of the company remove the name of the company from the register of the companies maintained by the office. അതായത് ഈ പറയുന്ന 3 പ്രൊസീജിയേഴ്സും കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് എന്താണ്? കമ്പനിയുടെ രജിസ്ട്രാർ ഓഫ് ദ കമ്പനിയിൽ നിന്നും എന്താണ്? രജിസ്ട്രാർ ഓഫ് ദ കമ്പനിയിൽ നിന്നും ഈ കമ്പനിയുടെ പേര് റിമൂവ് ചെയ്യുന്നു. ഇത്രയുമാണ് ലിക്വിഡേറ്ററുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ലിക്വിഡേഷൻ പ്രോസസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഒന്ന് സമ്മറൈസ് ചെയ്തിവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇനി നമുക്ക് നോക്കേണ്ട പോർഷന് മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ഓർ ലിക്വിഡേഷൻ എന്നുള്ളതാണ്. സോ ഇത് നിങ്ങൾ ഡിഗ്രി ക്ലാസ്സുകളിൽ ഓൾറെഡി ഒന്ന് പഠിച്ചതാണ്. കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന മോഡ്സ്, അല്ലെങ്കിൽ ഏതൊക്കെ വിധത്തിലായിരിക്കാം കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലായിരിക്കാം? ഒന്നെന്ന് പറയുന്നത് ബൈ ട്രൈബ്യൂണൽ. അതായത് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോടതി അല്ലെങ്കിൽ ഒരു നിയമ സംവിധാനത്തിനൊക്കെ പറയുന്നതാണ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. അപ്പം നിയമ സംവിധാനം അല്ലെങ്കിൽ ഒരു കോടതി ഇടപെട്ട് ഈ കമ്പനി നിർബന്ധമായും അല്ലെങ്കിൽ കമ്പൽസറിയുമായും വൈൻഡ് അപ്പ് ചെയ്യണം, ഇതിന് തുടർന്ന് പോകാൻ പറ്റില്ല എന്ന് പറയുന്നതാണ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് എന്ന് പറയുന്നത് എന്താ? വോളണ്ടറി വൈൻഡിങ് അപ്പ്. അപ്പം കമ്പനിയിലെ മെമ്പേഴ്സ് തന്നെ തീരുമാനിച്ചു, എന്താണ്? ഡയറക്ടേഴ്സ് തീരുമാനിച്ചു ഈ കമ്പനി ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ട, വൈൻഡ് അപ്പ് ചെയ്യാമെന്നുള്ളത്. അപ്പം അങ്ങനെ 2 രീതിയിൽ ബൈ ദ ട്രൈബ്യൂണൽ, അതായത് കമ്പൽസറി വൈൻഡിങ് അപ്പ്, സെക്കൻഡ് പറയുന്നത് വോളണ്ടറി വൈൻഡിങ് അപ്പ്. ഈ 2 കാര്യങ്ങളാണ് മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് കമ്പൽസറി വൈൻഡിങ് അപ്പ് അല്ലെങ്കിൽ ബൈ ദ ട്രൈബ്യൂണൽ വഴിയുള്ള വൈൻഡിങ് അപ്പ് ആണ്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ ഫസ്റ്റ് കേസ് വരുന്നതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് എ കമ്പനി മേ ഓൺ എ പെറ്റീഷൻ അണ്ടർ സെക്ഷൻ 272 ബി വോണ്ട് ബൈ ദ ട്രൈബ്യൂണൽ. അതായത് സെക്ഷൻ 272 അണ്ടറിൽ ഒരു പെറ്റീഷൻ്റെ ഭാഗമായിട്ട് എന്താണ്? താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ കമ്പനി എന്താണ്? കമ്പൽസറി ആയിട്ടും വൈൻഡ് അപ്പ് ചെയ്യണം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താണ്? കമ്പനിയുടെ ഡെബ്റ്റ്സ്, കടങ്ങളൊന്നും പേ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സ്റ്റേജിലല്ല കമ്പനി ഇപ്പം. ആ ഒരു സിറ്റുവേഷനിൽ കമ്പനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കമ്പൽസറി ആയിട്ടും കമ്പനി എന്താണ്? സെക്ഷൻ 272 അണ്ടറിൽ അതെന്ത് ചെയ്തിരിക്കണം? വൈൻഡ് അപ്പ് ചെയ്യണം. സെക്കൻഡ് എന്ന് പറയുന്നത് ഇഫ് ദെയർ ഹാസ് ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ റിസോൾവ് ദാറ്റ് ദ കമ്പനി ബി വോണ്ടഡ് ബൈ ദ ട്രൈബ്യൂണൽ. അതായത് ട്രൈബ്യൂണൽ വഴി അല്ലെങ്കിൽ കമ്പൽസറി ആയിട്ട് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തുകൊണ്ട് കമ്പനി അവിടെ എന്താണ്? വൈൻഡ് അപ്പ് ചെയ്യണം. അത് കമ്പൽസറി ആയിട്ട് ട്രൈബ്യൂണൽ അത് കമ്പനി ഇനി മുമ്പോട്ട് പോവണ്ട എന്ന് പറഞ്ഞ് വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്. ഇനി അടുത്തത് മൂന്നാമത് എന്താണ് പറയുന്നത്? ഇഫ് ദ കമ്പനി ഹാസ് ആക്റ്റഡ് എഗൈൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സോവറിനിറ്റി ആൻഡ് ഇൻറ്റിഗ്രിറ്റി ഓഫ് ഇന്ത്യ, the security of the state, friendly relationship between foreign state, public order, decency or morality. അതായത് മൂന്നാമത്തെ സിറ്റുവേഷൻ പറയുന്നത് എന്താണ്? കമ്പനി
ഇന്ത്യയുടെ ഇൻറ്റഗ്രിറ്റിക്കോ സോവറിനിറ്റിക്കോ എഗനിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്തു, അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റിൻ്റെ സെക്യൂരിറ്റിക്ക് എഗനിസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്തു, ഇല്ലെങ്കിൽ ഫോറിൻ സ്റ്റേറ്റുമായിട്ടുള്ള ഫ്രണ്ട്ലി റിലേഷൻഷിപ്പിനെ ഹാം ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തിച്ചു, ഇല്ലെങ്കിൽ എന്താണ് ആ ഒരു ഡീസൻസി അല്ലെങ്കിൽ ഒരു മൊറാലിറ്റി കീപ്പ് ചെയ്തില്ല. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലും എന്താണ് സെക്ഷൻ 272 അണ്ടറിൽ കമ്പനി കമ്പൽസറി ആയിട്ട് വൈൻഡപ്പ് ചെയ്യണം. ഇനി അടുത്ത കേസ് പറയുന്നത്, ഇഫ് ദ ട്രൈബ്യൂണൽ ഹാസ് ഓർഡേഡ് ദ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി അണ്ടർ ചാപ്റ്റർ 19 അണ്ടറിൽ എന്താണ് കമ്പനി വൈൻഡപ്പ് ചെയ്യണമെന്ന് ഓർഡർ ട്രൈബ്യൂണൽ ഇട്ടു, അല്ലെങ്കിൽ ട്രൈബ്യൂണൽ ഓർഡർ ഇട്ടു, കമ്പനി ചാപ്റ്റർ 19 അണ്ടറിൽ എന്ത് ചെയ്യണം, കമ്പനി വൈൻഡപ്പ് ചെയ്യണം. ഇതെന്ന് പറയുന്നത് ഈ ഒരു 19 അണ്ടറിൽ വരുന്നത് The Companies Act 2013 deal with the revival and rehabilitation of sick companies. അതായത് കമ്പനി സിക്കായി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ കമ്പനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സിക്ക് കമ്പനീസിൻ്റെ കേസിൽ അതിൻ്റെ ഒരു റിഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ റിവൈവലിന് വേണ്ടിയാണ് ഇങ്ങനെ കമ്പൽസറി ആയിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ വൈൻഡപ്പ് നടക്കുന്നത്. അപ്പോൾ സിക്ക് കമ്പനീസിൻ്റെ കേസിലായിരിക്കും മെയിനായിട്ടും ഈ ഒരു കേസ് വരുന്നത്. ഇനി അടുത്തത് പറയുന്നത്, ഇഫ് ഓൺ എനി ആപ്ലിക്കേഷൻ മെയ്ഡ് ബൈ രജിസ്ട്രാർ or any other person authorized by the central government by notification under this act, the tribunal is of the opinion that the affairs of the company have been conducted in the fraudulent manner, or the company was formed or fraudulent and unlawful purpose, or the persons concerned in the formation of management of its affairs have been guilty of fraud, misoffense or misconduct in connection therewith, and that it is proper that the company be wound up. അതായത് ഈ ഒരു പോർഷനിൽ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. രജിസ്ട്രാർ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഓതറൈസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുവാണ്, ഈ ഒരു കമ്പനി മുന്നോട്ട് പോകുന്നത് നല്ലതല്ല, ഈ ഒരു കമ്പനി വോണ്ടപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഈ ഒരു കമ്പനിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അൺലോഫുള്ളാണ്, അല്ലെങ്കിൽ ഫ്രോഡ്ലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്, ഇമ്മോറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രോഡ്ലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺലോഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു കമ്പനിയിൽ നടക്കുന്നത്. ഇങ്ങനെയൊരു അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്, ഈ കമ്പനിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, ഗിൽറ്റിയാണ്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ളൊരു കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താണ് സാധിക്കത്തില്ല, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെതിരായിട്ട് രജിസ്ട്രാർ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഓതറൈസ് ചെയ്യുന്നൊരു വ്യക്തി എന്താണ് ആപ്ലിക്കേഷൻ കൊടുക്കും, ഈ കമ്പനി വൈൻഡപ്പ് ചെയ്യണമെന്ന് ട്രൈബ്യൂണലിന് കൊടുക്കും, ആപ്ലിക്കേഷൻ കൊടുക്കും. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, ട്രൈബ്യൂണൽ ഇത് കമ്പൽസറി ആയിട്ട് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പറയും. ഇനി അടുത്തത്, ഇഫ് ദ കമ്പനി ഹാസ് മെയ്ഡ് എ ഡിഫോൾട്ട് ഇൻ ഫയലിംഗ് വിത്ത് ദ രജിസ്ട്രാർ ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ആനുവൽ റിട്ടേൺ ഫോർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് 5 consecutive ഫിനാൻഷ്യൽ ഇയേഴ്സ്. അതായത് ഈ ഒരു കമ്പനി കണ്ടിന്യൂസ് ആയിട്ടുള്ള 5 ഫിനാൻഷ്യൽ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ടുള്ള 5 വർഷമായിട്ട് ഈ ഒരു കമ്പനിയുടെ ആനുവൽ റിട്ടേൺ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഫയൽ ചെയ്യുന്നതിൽ ഡിഫോൾട്ടായി, അല്ലെങ്കിൽ അത് ഫയൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനകത്ത് അതിലേക്ക് എന്തെങ്കിലും ഡിഫോൾട്ടോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലും കമ്പൽസറി ആയിട്ട് വൈൻഡപ്പ് ചെയ്യാൻ പറയും. ദെൻ അടുത്തത് പറയുന്നത്, ഇഫ് ദ ട്രൈബ്യൂണൽ is of the opinion that it is just and equitable that the company should be wound up. അതായത് കോടതി അല്ലെങ്കിൽ ഒരു നിയമ സംവിധാനം ട്രൈബ്യൂണൽ പറയുകയാണ്, ട്രൈബ്യൂണലിൻ്റെ ഒപ്പീനിയൻ ഇതാണ്, ഈ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാതെ ഇത് വൈൻഡപ്പ് ചെയ്യുന്നതാണ് ഇക്വിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ജസ്റ്റിബിൾ ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഈ കമ്പനി ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്ന് തീരുമാനിക്കുകയാണ്. സോ ഈ ഒരു 7 സിറ്റുവേഷൻസിലാണ് സെക്ഷൻ 272 അണ്ടറിൽ കമ്പനീസിൻ്റെ കമ്പൽസറി വൈൻഡിങ് അപ്പ് നടക്കുന്നത്. ഇതാണ് ഫസ്റ്റ് പറയുന്നത്. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് എന്താണ്, എ കമ്പനി വിൽ ബി ഡീം ടു ബി അണ്ടബിൾ ടു പേ ഇറ്റ്സ് ഡെപ്റ്റ്. അതായത് കമ്പനിക്ക് ഇനി ആ കമ്പനിയുടെ കടങ്ങൾ വിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ എന്താ ഇപ്പോഴത്തെ ആ ഒരു പ്രവർത്തനം അനുസരിച്ച് ഇനി മുന്നോട്ട് കമ്പനിക്ക് ആ കമ്പനിയുടെ ഡെപ്റ്റ്സ് പേ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ സിറ്റുവേഷനിലാണ് കമ്പനി കമ്പൽസറി വൈൻഡപ്പ് ചെയ്യണം. അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണെന്നാണ് പറയുന്നത്. 3 സിറ്റുവേഷൻസ് ആണ്, 3 സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ്, if a creditor by assignment or otherwise to whom the company is intended for
an amount exceeding 1 lakh rupee, then due has served on the company a demand by registered post or otherwise requiring the company to pay the amount so due, and the company has failed to pay the sum within 21 days after the receipt of such demand, or to provide adequate security or restructure or compound the debt to the reasonable satisfaction of the creditor. അതായത് എന്താ പറയുന്നത്, കമ്പനിക്ക് അല്ലെങ്കിൽ ആ കമ്പനിയിൽ 1 ലക്ഷം രൂപയിൽ മുകളിൽ ഉള്ള ഒരു ക്രെഡിറ്റർ, അല്ലെങ്കിൽ ആ കമ്പനി 1 ലക്ഷം രൂപയിൽ മുകളിൽ കൊടുക്കാനുള്ള ഒരു ക്രെഡിറ്റർ, ആ ക്രെഡിറ്റർ കമ്പനിയോട് പറയുവാണ് ആ എമൗണ്ട് തിരിച്ച് തരണം, അല്ലെങ്കിൽ ആ എമൗണ്ട് ഡ്യൂ ആയിട്ടുണ്ട്, ആ എമൗണ്ട് തിരിച്ചു തരിക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രജിസ്റ്റർ പോസ്റ്റ് അല്ലെങ്കിൽ എന്താണ് കമ്പനിയോട് ആവശ്യപ്പെടുകയാണ് മറ്റേതെങ്കിലും വിധത്തിൽ ആ എമൗണ്ട് തിരിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു നോട്ടീസ് അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഡ് പോസ്റ്റ് അയച്ചു. ആ പോസ്റ്റ് ഈ കമ്പനി അല്ലെങ്കിൽ ആ ഒരു റിക്വസ്റ്റ് ഈ കമ്പനി റിസീവ് ചെയ്തതിന് ശേഷം 21 ദിവസത്തിനുള്ളിൽ ആ എമൗണ്ട് തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിന് ആഡിക്വേറ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി കൊടുത്ത് ആ ക്രെഡിറ്ററിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ കമ്പനി എന്ത് ചെയ്യണം, വോളണ്ടറി ആയിട്ട് വൈൻഡ് അപ്പ് ചെയ്യണം. ഇനി അടുത്തത് പറയുന്നത്, ഇഫ് എനി എക്സിക്യൂഷൻ ഓർ അതർ പ്രോസസ് ഇഷ്യൂഡ് ഓൺ എ ഡിഗ്രി ഓഫ് order of any court or tribunal in favor of creditors of the company is returned unsatisfied in all or in part. അതായത് കമ്പനിയുടെ ക്രെഡിറ്റേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി കോടതി അല്ലെങ്കിൽ ട്രൈബ്യൂണൽ എന്തെങ്കിലും ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്ത് ഈ കമ്പനിക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ക്രെഡിറ്റേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി കോടതി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഓർഡേഴ്സും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ആ കമ്പനിക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, ആ ക്രെഡിറ്റേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിലും എന്താണ്, ഈ കമ്പനി കമ്പൽസറി ആയിട്ട് വോണ്ട് അപ്പ് ചെയ്യണം. മൂന്നാമത്തെ സിറ്റുവേഷൻ പറയുന്നത്, if it is proved to shareholder of the company that the company is unable to pay its debts, and determining whether the company is unable to pay its debts, the tribunal shall take into account the contingent and prospective liability of the company. അതായത് ഇത്രയേ ഉള്ളൂ. ഇവിടെയും പറയുന്നത് എന്താണ്, ട്രൈബ്യൂണലിന് മനസ്സിലായി അല്ലെങ്കിൽ ട്രൈബ്യൂണൽ അത് കറക്റ്റായി കാര്യം ക്ലിയറായി, ഈ കമ്പനിക്ക് എന്താണ് അതിൻ്റെ ഡെപ്സോ കാര്യങ്ങളോ അതിൻ്റെ കടങ്ങളോ ഒന്നും പേ ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. ആ ഒരു സാഹചര്യത്തിൽ എന്താണ്, ട്രൈബ്യൂണൽ എന്താണ് അതിൻ്റെ കണ്ടീജൻ ആയിട്ടുള്ള പ്രോസ്പെക്റ്റീവ് ലയബിലിറ്റീസും ഒക്കെ ട്രൈബ്യൂണലിൽ ടേക്ക് ചെയ്ത് ഈ കമ്പനി എന്ത് ചെയ്യും, കമ്പൽസറി ആയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പറയും. ഇത്രയുമാണ് ഈ രണ്ട് സിറ്റുവേഷൻസിലാണ് കമ്പൽസറി വൈൻഡിങ് അപ്പ് നടക്കുന്നത്. ഫസ്റ്റ് സിറ്റുവേഷൻ 272 അണ്ടറിൽ, സെക്കൻഡ് എന്ന് പറയുന്നത് കമ്പനി ആ ഡെപ്റ്റ് കമ്പനിയുടെ ഡെപ്റ്റ് ഇനി പേ ചെയ്യാൻ കമ്പനിക്ക് കഴിയില്ല എന്ന് ട്രൈബ്യൂണൽ തോന്നി, അതിൻ്റെ അണ്ടറിലുള്ള പോയിന്റ്സുമാണ് പറയുന്നത്. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്, വോളണ്ടറി വൈൻഡിങ് അപ്പ്. വോളണ്ടറി വൈൻഡിങ് അപ്പ് നടക്കുന്നത് ഒന്നെന്ന് പറയുന്നത് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി, സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ജനറൽ മീറ്റിങ്ങിൽ റെസൊല്യൂഷൻ പാസ് ചെയ്ത്. ഫസ്റ്റ് പറയുന്നത്, ഇഫ് ദ കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ് പാസ് എ റെസൊല്യൂഷൻ റിക്വയറിംഗ് ദ കമ്പനി വോണ്ട് അപ്പ് വോളണ്ടറി ആസ് എ റിസൾട്ട് ഓഫ് ദ എക്സ്പയറി ഓഫ് ദ പീരിയഡ് for its duration or on the occurrence of any event in respect of which articles of the association provide that the company should be dissolved. അതായത് കമ്പനിയുടെ ജനറൽ മീറ്റിങ്ങിൽ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്ത് കമ്പനി സ്വമേധയാ വൈൻഡ് അപ്പ് ചെയ്യാണ്. അതിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് എന്താണ്, ആ കമ്പനി പ്രവർത്തിക്കേണ്ട ഡേറ്റ്, ആ ഡ്യൂറേഷൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ആ കമ്പനിയുടെ പ്രവർത്തനത്തിൻ്റെ ആ ഒരു ടൈം എക്സ്പയർ ആയി. ആ ഒരു കേസിൽ കമ്പനി എന്താണ്, ഒരു ജനറൽ മീറ്റിങ്ങിൽ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്ത് വോളണ്ടറി സ്വമേധയാ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യും. സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തുകൊണ്ട് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യും. ഇതാണ് മോഡ്സ് ഓഫ് വൈൻഡ് അപ്പ് എന്ന് പറയുന്നത്, രണ്ട് കേസസിലായിട്ട് പറയുന്നത്. ഇനി അതിൻ്റെ താഴെ പേജ് നമ്പർ ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്, മൊഡ്യൂൾ 4 1.3. ഓക്കെ, ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി ഇൻ ദ കേസ് ഓഫ് പ്രൊപ്പോസൽ ടു വൈൻഡ് അപ്പ് ദി കമ്പനി. അതായത് ഒരു കമ്പനി വോളണ്ടറി വൈൻഡ് അപ്പ് ചെയ്യണമെങ്കിൽ, സ്വമേധയാ ആ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമ്പനി സോൾവെൻ്റ് ആണെന്നുള്ള കാര്യം പ്രൂവ് ചെയ്യണം. അതാണ് ഈ ഒരു സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം സെക്ഷൻ 305 അണ്ടറിൽ ഒരു കമ്പനി വോളണ്ടറി വൈൻഡ് അപ്പ് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയുടെ ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ്, ഇനി രണ്ടിൽ കൂടുതൽ ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ മജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സ് അവരുടെ ബോർഡ് മീറ്റിങ്ങിൽ ഡിക്ലെയർ ചെയ്യണം, ഈ കമ്പനിക്ക്
ഒന്നെങ്കിൽ കടങ്ങളൊന്നുമില്ല, ഡെപ്റ്റ് ഒന്നുമില്ല. അതർവൈസ് എന്താണ്, കമ്പനിക്ക് ഡെപ്റ്റ്സ് ഉണ്ടെങ്കിൽ ആ ഡെപ്റ്റ്സ് പേ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് കൊടുത്തു തീർക്കാനുള്ള എബിലിറ്റി ആ ഒരു കമ്പനിക്കുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പം ആ കമ്പനി സോൾവെൻ്റ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വോളണ്ടറി വൈൻഡപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.